ഈശംഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണ്ടി, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുവെങ്കിൽ, ഇന്നിൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ തന്നെ വ്യക്തമാക്കി കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. അവിടുന്ന് സിനഗോഗിൽ പ്രവേശിക്കുമ്പോൾ യെശയ്യായുടെ പുസ്തകം അവിടത്തേക്ക് നൽകപ്പെട്ടു. അവിടുന്ന് അത് തുറന്നു വായിച്ചു ജനത്തോട് സംസാരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, നരകയാതന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം, അങ്ങനെ രോഗികൾക്ക് സാന്ത്വനം, കുരുടർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, ഇതെല്ലാം ഇന്ന് തന്നിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. താൻ തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നുവെന്ന് സ്വയം ഈശോ പ്രഖ്യാപിക്കുകയാണ്. പിതാവിനാൽ അയക്കപ്പെട്ട ഈശോ പ്രവാചക ലിഖിതങ്ങളുടെ പൂർത്തീകരണമായി അവർ ആയിരിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് യേശുവിൻ്റെ സ്വാതന്ത്ര്യം. അത് ഹൃദയസ്ഥമാക്കിയവർക്ക് അനുഭവേദ്യമായി. നമ്മളും ഇപ്രകാരം യേശു ചൈതന്യത്തിലായിരുന്നുകൊണ്ട് യേശുവിൻ്റെ ദാരിദ്ര്യവും യേശുവിൻ്റെ സത്യവും യേശുവെന്ന പ്രകാശവും സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ തനിമയുള്ളവരായി മാറാൻ പരിശുദ്ധാത്മശക്തിയാൽ നമുക്ക് ബലപ്പെടാം. അത് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.